നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാഡമി വിത്ത് കെമിസ്ട്രി ഇൻ ഡീറ്റെയിൽ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻസ് എന്ന യൂണിറ്റിലെ സോല്യുബിലിറ്റി എന്ന ടോപ്പിക്കാണ്. സോല്യുബിലിറ്റി നിങ്ങൾക്കൊരു പുതിയ ടേം അല്ല, എന്നാലും നമുക്ക് സോല്യുബിലിറ്റിയുടെ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. Solubility is the maximum amount of solute that can be dissolved in a specified amount of solvent. ഒരു നിശ്ചിത അളവിലുള്ള സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന പരമാവധി സൊല്യൂട്ടിൻ്റെ അളവ്, അതാണ് സോല്യുബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സോല്യുബിലിറ്റി എന്തെല്ലാം കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു? It depends on the nature of solute and nature of solvent, temperature, pressure. Nature of solute and nature of solvent ഉദ്ദേശിക്കുന്നത് പൊളാരിറ്റിയാണ്. ചാർജ് സെപ്പറേഷൻ ഉള്ള മോളിക്യൂൾസിനെയാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത മോളിക്യൂൾസിനെ നോൺ പോളാർ മോളിക്യൂൾസ് എന്നും വിളിക്കുന്നു. പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് എല്ലാ അയണിക് കോമ്പൗണ്ട്സ് ലൈക്ക് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, സോഡിയം സൾഫേറ്റ്, ഇവയൊക്കെ പോളാർ സൊല്യൂട്ട്സാണ്. പോളാർ സോൾവെൻസ് ആണെങ്കിൽ വാട്ടർ, അതുപോലെ ആൽക്കഹോൾ, ആസിഡ്സ്, എഥനോയിക് ആസിഡ്, ഇങ്ങനെയുള്ളതെല്ലാം പോളാർ സോൾവെൻസ് ആണ്. ഇനി നോൺ പോളാർ സോൾവെൻസിന് എക്സാമ്പിൾസ് ബെൻസീൻ, ടൊൽവീൻ, കാർബൺ ഡൈസൾഫൈഡ്, ഇവയെല്ലാം നോൺ പോളാർ സോൾവെൻസിന് എക്സാമ്പിൾസ് ആണ്. നോൺ പോളാർ സൊല്യൂട്ട്സ് ഇപ്പോൾ ക്യാംഫർ, കർപ്പൂരം, നാഫ്തലിൻ, പാറ്റ ഗുളിക, ഇവയെല്ലാം നോൺ പോളാർ സൊല്യൂട്ട്സ് ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോല്യുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. ഒരു ലിക്വിഡിലുള്ള സോളിഡിൻ്റെ സോല്യുബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേച്ചർ എന്താണെന്ന് പറഞ്ഞു, സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. പോളാർ സൊല്യൂട്ട്സ്, പോളാർ സോൾവെൻറ്റ്സ്. ഇനി മറ്റൊരു പ്രത്യേകത, പോളാർ സൊല്യൂട്ട്സ് ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ്സ്. നോൺ പോളാർ സൊല്യൂട്ട്സ് ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്സ്. പോളാർ സൊല്യൂട്ട്സ് എങ്ങനെയാണ് പോളാർ സോൾവെൻറ്റ്സിൽ ഡിസോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. വാട്ടർ മോളിക്യൂൾസ് കാണാം. അൺഡിസോൾവ്ഡ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാം. ഇതാണ് സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾസ്. ഇത് വാട്ടർ മോളിക്യൂളാണ്. ഇവിടെ ആനയോൺ ക്ലോറൈഡാണ്. ക്ലോറൈഡിനെ വാട്ടർ മോളിക്യൂൾസിൻ്റെ പോസിറ്റീവ് ചാർജ് സറൗണ്ട് ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സോഡിയം അയോണിനെ വാട്ടർ മോളിക്യൂളിൻ്റെ നെഗറ്റീവ് പോള് സറൗണ്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് പോളാർ സൊല്യൂട്ട്സിനെ പോളാർ സോൾവെൻറ്റ്സ് ഡിസോൾവ് ചെയ്യുന്നത്. നോൺ പോളാർ സൊല്യൂട്ട് എങ്ങനെ നോൺ പോളാർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുന്നത് അടുത്തതായിട്ട് നോക്കാം. ഇവിടെ നോൺ പോളാർ സൊല്യൂട്ടും നോൺ പോളാർ സോൾവെൻറ്റും കാണാം. ഇതാണ് നോൺ പോളാർ സൊല്യൂട്ട്, ഇതാണ് നോൺ പോളാർ സോൾവെൻറ്റ്. നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ ഒരു പ്രത്യേകത, അവർക്കിടയിലുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് വളരെ വീക്കാണ്. നമ്മൾ ലണ്ടൻ ഫോഴ്സസിനെ കുറിച്ച് പഠിച്ചല്ലോ. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ആണ് നോൺ പോളാർ മോളിക്യൂൾസിലുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിലുള്ള ഈ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ വീക്കാണ്. അതേസമയം ഈ സൊല്യൂട്ട് മോളിക്യൂളും ഈ സോൾവെൻ്റ് മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ അട്രാക്ഷൻ, ഇവയ്ക്കിടയിലുള്ള അട്രാക്ഷനെ ഓവർകം ചെയ്തിട്ട് ഈ സൊല്യൂട്ട് മോളിക്യൂൾസ് ഈ സോൾവെൻ്റ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ വന്ന് ഡിസോൾവ് ചെയ്യും. സോല്യുബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് സൊല്യൂഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നോ മോർ സൊല്യൂട്ട് ക്യാൻ ഡിസോൾവ് ഇൻ ദി സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷനിൽ
ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന പരമാവധി സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു തരി പോലും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിസോൾവ് ചെയ്യില്ല. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടെ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷനിൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സോല്യുബിലിറ്റി കൂടും. അപ്പോൾ ഇങ്ങനെ സോല്യുബിലിറ്റി കൂട്ടിയ ഒരു സൊല്യൂഷനാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഈ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ റാപ്പിഡായിട്ട് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. അതായത് സോളിഡ് എക്സസ് ആയിട്ട് നമ്മൾ ഡിസോൾവ് ചെയ്ത സോളിഡ് പാർട്ടിക്കിൾസ് ക്രിസ്റ്റലായിട്ട് സൊല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് വരും. ഈ ചിത്രത്തിൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനും നമുക്ക് കാണാം. ഇതിൽ കാണുന്ന NaCl സോഡിയം ക്ലോറൈഡിൻ്റെ 100 ml വാട്ടറിലുള്ള സോല്യുബിലിറ്റി 36 ഗ്രാമാണ്. സോല്യുബിലിറ്റി 36 ഗ്രാമാണ് 100 ml വാട്ടറിൽ. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ 30 ഗ്രാം NaCl ആണ് നമ്മൾ 100 ml H2L ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. കാരണം ഇനി ബാക്കി 6 ഗ്രാം കൂടെ അതിനകത്ത് ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ 40 ഗ്രാം NaCl ആണ് ഈ 100 ml H2L ഡിസോൾവ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇവിടെ 36 കഴിഞ്ഞ് ബാക്കി 4 ഗ്രാം അൺഡിസോൾവ്ഡ് ആയിട്ട് കിടക്കും. അപ്പോൾ ഈ സൊല്യൂഷനെ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. കാരണം അവിടെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി സോൾട്ട് അവിടെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി അവിടെ അൺഡിസോൾവ്ഡ് ആയിട്ട് കിടക്കും. ഇവിടെ ഒരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കാണാം. ഈ A എന്ന ചിത്രത്തിൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇത് കൂൾ ചെയ്യുമ്പോൾ ഇതിൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ നിറയെ ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് കഴിഞ്ഞു. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ നമ്മൾ കൂൾ ചെയ്താൽ ക്രിസ്റ്റലൈസേഷൻ ഒക്കർ ചെയ്യും. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പാർട്ടിക്കിൾസ് സൊല്യൂഷനിലേക്ക് പോകും, സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അതേസമയം ഓൾറെഡി ഡിസോൾവ് ചെയ്ത സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോൾവെൻറ്റിൽ നിന്നും ക്രിസ്റ്റലൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ രണ്ട് പ്രക്രിയകൾ ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് അങ്ങനെയുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ രണ്ട് പ്രോസസ്സുകളുടെയും റേറ്റ് തുല്യമാകും. അതായത് ഡിസോൾവ് ചെയ്യുന്ന റേറ്റും ക്രിസ്റ്റലൈസ് ചെയ്യുന്ന റേറ്റും തുല്യമാകുമ്പോൾ, അളവല്ല റേറ്റ് സ്പീഡ് തുല്യമാകുമ്പോൾ ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ പറയും. കഴിഞ്ഞ വർഷം ഈക്വിലിബ്രിയം എന്ന യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഈക്വിലിബ്രിയത്തിൽ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഇസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ. ആ സന്ദർഭത്തിൽ ഈ സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള ഡിസോൾവ്ഡ് ആയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ സോല്യുബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോല്യുബിലിറ്റി ഓഫ് സോളിഡ്. ടെമ്പറേച്ചർ ചേഞ്ച് വരുത്തുമ്പോൾ സോല്യുബിലിറ്റി ഓഫ് സോളിഡ് അതിനെന്ത് സംഭവിക്കും? എൻഡോതെർമിക്, എക്സോതെർമിക് നിങ്ങൾക്ക് പരിചയമുള്ള രണ്ട് വാക്കുകളാണ്. ഇവിടെ നമ്മൾ സോല്യുബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു സോളിഡ് ഒരു സോൾവെൻറ്റിൽ, ലിക്വിഡ് ആയിട്ടുള്ള സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ ചൂട് അബ്സോർബ് ചെയ്താൽ ഡിസൊല്യൂഷൻ എന്ന പ്രോസസ്സ് എൻഡോതെർമിക് ആണെന്ന് നമ്മൾ പറയും. ഇനി ഈ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹീറ്റ് അല്ലെങ്കിൽ ചൂട് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് എക്സോതെർമിക് ഡിസൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറയും. Solubility increases with increase in temperature when the solubility is endothermic. അതായത് സോല്യുബിലിറ്റി എന്ന പ്രോസസ്സ് എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോല്യുബിലിറ്റി കൂടും. ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഈക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. ഇവിടെ കൂടുതൽ സോൾട്ട് അല്ലെങ്കിൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുമ്പോഴാണ് ടെമ്പറേച്ചർ കുറയുക. കാരണം എൻഡോതെർമിക് റിയാക്ഷൻ ആണല്ലോ.
അതുപോലെ solubility decreases with increase in temperature when the solubility is exothermic. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഇവിടെ സോലിബിലിറ്റി എക്സോതെർമിക് ആവുമ്പോൾ, ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ നോക്കും. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? കൂടുതൽ സോൾട്ട് ഡിസോൾവ് ചെയ്യുമ്പോഴാണോ? അല്ല. ഈ കേസിൽ സോൾട്ട് പുറത്തേക്ക് വരുമ്പോൾ, ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴാണ് ടെമ്പറേച്ചർ കുറയുന്നത്. കാരണം സോലിബിലിറ്റി എക്സോതെർമിക് ആണ്. അപ്പോൾ ഹിയർ solubility decreases with increase in temperature when dissolution is exothermic. Effect of pressure on solubility of solid in liquid. Solids incompressible ആണ്. അതായത് സോളിഡ് പാർട്ടിക്കിൾസിനെ നമുക്ക് പ്രഷർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യാനോ പ്രഷർ റിലീസ് ചെയ്ത് സോളിഡ് പാർട്ടിക്കിൾസിനെ എക്സ്പാൻഡ് ചെയ്യാനോ സാധിക്കില്ല. ഇതുകൊണ്ട് തന്നെ സോലിബിലിറ്റിനെ പ്രഷറിന് എഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രഷർ ഡസ് നോട്ട് എഫക്റ്റ് സോലിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. അടുത്ത ടോപ്പിക് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ്. പ്രഷറും ടെമ്പറേച്ചറും ഗ്യാസിൻ്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റിയെ എഫക്റ്റ് ചെയ്യും. ഈ ഫിഗറിൽ ലിക്വിഡിൽ ഗ്യാസ് മോളിക്യൂൾസ് ഡിസോൾവ് ചെയ്യുന്ന പിക്ചറാണ് കാണുന്നത്. ലിക്വിഡ് ഫേസിലും ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്, വേപ്പർ ഫേസിലും ഗ്യാസ് മോളിക്യൂൾസിനെ കാണാം നമുക്ക് സൊല്യൂഷൻ്റെ മുകളിലായിട്ട്. ഫിഗർ എ നോക്കിയാൽ പിസ്റ്റൺ കൊണ്ട് നമ്മൾ ഈ കണ്ടെയ്നർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഫിഗറിൽ പ്രഷർ കുറവാണ്, പിസ്റ്റൺ മുകളിലേക്കാണ് നിൽക്കുന്നത്. അവിടെ ഗ്യാസ് മോളിക്യൂൾസ് സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സൊല്യൂഷൻ്റെ സർഫസിൽ അധികം ഗ്യാസ് മോളിക്യൂൾസ് ഇല്ല. അതേസമയം ഫിഗർ ബിയിലേക്ക് നോക്കൂ. പിസ്റ്റൺ നമ്മൾ അകത്തേക്ക് കുറച്ചുകൂടെ നീക്കി, അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്തു, ഇൻസൈഡ് പ്രഷർ ഇൻക്രീസ് ചെയ്തു. ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡ് സർഫസിൻ്റെ അടുത്തേക്ക് വന്നു. ലിക്വിഡ് സർഫസിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. അപ്പോൾ ലിക്വിഡ് സർഫസുമായിട്ട് ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്ത് കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് ലിക്വിഡ് ഫേസിലേക്ക് വരും. അപ്പോൾ ഇതിനാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് പറയുക. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഗ്യാസിൻ്റെ സോലിബിലിറ്റി, ലിക്വിഡിലുള്ള സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഹെൻറീസ് ലോ, ഗ്യാസിൻ്റെ പ്രഷറും അതിൻ്റെ സോലിബിലിറ്റിയും തമ്മിലുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻഷിപ്പാണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ നമ്മൾ കഴിഞ്ഞ വർഷം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന യൂണിറ്റിൽ. അപ്പോൾ അവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഡെഫിനേഷനാണ് പഠിച്ചത്. ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ ദി വേപ്പർ ഫേസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ. അതായത് ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളപ്പോൾ ഗ്യാസിൻ്റെ വേപ്പർ ഫേസിലുള്ള പാർഷ്യൽ പ്രഷർ അതിൻ്റെ മോൾ ഫ്രാക്ഷനുമായിട്ട്, സൊല്യൂഷനിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഉണ്ടാവുമല്ലോ, മോൾ ഫ്രാക്ഷനുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. ഇനി അതിൻ്റെ വേറൊരു രൂപമാണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ്. പ്രഷർ കൂടുന്തോറും സോലിബിലിറ്റി കൂടും. ഏത് കേസിൽ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഹെൻറീസ് ലോ. ഈ ലോയ്ക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് P = KH × Chi. ഇവിടെ P എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറും KH എന്ന് പറയുന്നത് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റും Chi എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷനുമാണ്. ഈ മോൾ ഫ്രാക്ഷന് പകരം സോലിബിലിറ്റി ആകാം ഗ്യാസിൻ്റെ, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മാസ്സും ആകാം. അപ്പോൾ P = KH × Chi ആണ് ഹെൻറീസ് ലോയുടെ കോമൺ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇനി ഈ KH എന്നുള്ളത് ഗ്യാസിൻ്റെ നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. ഓരോ ഗ്യാസിനും
ഓരോ വാല്യൂസാണ് കെ എച്ച് വാല്യൂന്. ഡിഫറെൻറ്റ് ഗ്യാസസിന് ഡിഫറെൻറ്റ് കെ എച്ച് വാല്യൂസ് ആയിരിക്കും. ഹയർ ദി വാല്യൂ ഓഫ് കെ എച്ച്, ലോവർ വിൽ ബി ദി സോല്യൂബിലിറ്റി ഓഫ് ദി ഗ്യാസ്. ഇനി ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും കെ എച്ച് വാല്യൂവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് കൂടുതലാണെങ്കിൽ ഗ്യാസിൻ്റെ സോല്യൂബിലിറ്റി കുറവായിരിക്കുന്നു. ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ പല ടെമ്പറേച്ചേഴ്സിൽ നമുക്ക് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് കാണാം. ടെമ്പറേച്ചർ കൂടുന്തോറും ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും കേസിൽ. അപ്പം അതിൻ്റെ അർത്ഥം ടെമ്പറേച്ചർ കൂടുന്തോറും ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും സോല്യൂബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ സോല്യൂബിലിറ്റി, ഓക്സിജനും നൈട്രജനും കൂടുതൽ സോല്യൂബിലിറ്റി ഉള്ളത് ലോവർ ടെമ്പറേച്ചറിലാണ്. ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് അക്വാട്ടിക് പ്ലാന്റ്സും ആനിമൽസും കോൾഡർ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ കംഫർട്ടബിളായിട്ട് സർവൈവ് ചെയ്യുന്നത്. കുറഞ്ഞ ടെമ്പറേച്ചറിൽ കൂടുതൽ ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ വെള്ളത്തിലുണ്ടാവും. ആപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. ഫസ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെൻറീസ് ലോയാണ്. അതായത് വാട്ടറിൽ ഇൻക്രീസ്ഡ് പ്രഷറിൽ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോഡയാണ് എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയും ബേസിസ്. നമ്മളിപ്പോൾ കൊക്കോകോള അല്ലെങ്കിൽ പെപ്സി ഏത് സോഫ്റ്റ് ഡ്രിങ്ക് ആയാലും ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ബബിൾസ് പുറത്തേക്ക് ഒരു ഫിസി സൗണ്ട് കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് പ്രഷർ ഡിക്രീസ് ചെയ്യുമല്ലോ. നമ്മൾ സോഡ ബോട്ടിൽ അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയൊക്കെ ബോട്ടിൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രഷർ സഡൻ ആയിട്ട് ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ ലിക്വിഡിലുള്ളത് ഏതാണോ ആ ലിക്വിഡിലുള്ള സോലബിലിറ്റി കുറയും. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ബബിൾസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഹെൻറീസ് ലോ. ഈ ചിത്രത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രഷർ റിലീസ് ചെയ്യും, കാർബൺ ഡയോക്സൈഡ് ബബിൾസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നത്. അടുത്ത ഇംപ്ലിക്കേഷൻ. ഇതിനെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നില്ല, ഇംപ്ലിക്കേഷൻ എന്ന് പറയായിരിക്കും നല്ലത്. ഇപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ബാക്ക്ഗ്രൗണ്ട് പിക്ചറിൽ കാണാം. സ്ക്യൂബ ഡൈവിങ് എന്താണ്? അപ്പോൾ അണ്ടർ വാട്ടർ ഡൈവേഴ്സിനെയാണ് നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവർക്ക് ശ്വസിക്കാനായിട്ടൊരു സിലിണ്ടറൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ ഈ സ്ക്യൂബ ഡൈവേഴ്സ് വാട്ടറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ബെൻസ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ബെൻസ്, BENDS. അതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ഈ മെഡിക്കൽ കണ്ടീഷൻ്റെ സിംറ്റംസ് നൊസിയ, വൊമിറ്റിംഗ്, ചില കേസിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്, അവസാനം മരണം വരെ സംഭവിക്കാം. അപ്പം എങ്ങനെയാണ് ഈ ബെൻസ് എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷൻ ഈ സ്ക്യൂബ ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തുള്ള പിക്ചറാണ് ആദ്യത്തെ പിക്ചർ. ഈ ഒരു പിക്ചർ അവർ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് മേലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്യും തോറും ഗ്യാസിൻ്റെ സോല്യൂബിലിറ്റി കൂടും. അപ്പോൾ ഇവരുടെ ബ്ലഡിലുള്ള ഗ്യാസിൻ്റെ സോല്യൂബിലിറ്റി, ഇവർ ബ്രീത്ത് ചെയ്യല്ലേ, ഇപ്പോൾ ബ്രീത്ത് ചെയ്ത് ലങ്സിലേക്ക് എത്തുന്ന നൈട്രജനും ഓക്സിജനും, എസ്പെഷ്യലി നൈട്രജനാണല്ലോ കൂടുതലും കോൺസെൻട്രേഷൻ ഉള്ളത് എയറിൽ. അപ്പോൾ നൈട്രജൻ്റെ സോല്യൂബിലിറ്റി, നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്ന നൈട്രജൻ്റെ സോല്യൂബിലിറ്റി കൂടും, കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നൈട്രജൻ ഇനേർട്ടായിട്ടുള്ളൊരു ഗ്യാസല്ലേ. അപ്പോൾ ഈ പൊസിഷനിൽ താഴെ എത്തുമ്പോൾ മാക്സിമം ആകും, പ്രഷർ മാക്സിമം ആകും. ഹൈ പ്രഷറിൽ ലങ്സിൽ എത്തുന്ന നൈട്രജൻ ബ്ലഡിലേക്ക് കൂടുതലായിട്ട് കലരും. പിന്നെ ഇവർ പതുക്കെ ഡൈവിങ് പേർപ്പസൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്, മുകളിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയും, സഡനായിട്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിസോൾവ് ചെയ്ത ഗ്യാസ് പെട്ടെന്ന് അതിൻ്റെ സോലബിലിറ്റി കുറയും. സോലബിലിറ്റി കുറഞ്ഞിട്ട് ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യും, ബ്ലഡിൽ
ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യും. ബ്ലഡിൽ അങ്ങനെ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് ബ്ലോക്കേജ് വരും. അപ്പോൾ ഇതാണ് ബെൻസ് എന്നുള്ള കണ്ടീഷനിൽ റിസൾട്ട് ചെയ്യുന്നത്. കണ്ണ് കാണാൻ പറ്റില്ല, പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ണ് കാണാൻ പറ്റില്ല, ബ്ലേഡ് ആയിട്ടുള്ള വിഷൻ ആയിരിക്കും, ഛർദ്ദിക്കാൻ വരും, ആകെപ്പാട് ഒരു പ്രയാസം. ചില കേസിൽ നേരത്തെ പറഞ്ഞല്ലോ മരണം വരെ സംഭവിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഹെൻറീസ് ലോയുടെ ഒരു ഇംപ്ലിക്കേഷനാണ്. പ്രഷർ കൂടുമ്പോൾ ബ്ലഡിലെ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. പ്രഷർ കുറയുമ്പോൾ, വെള്ളത്തിന് പുറത്തേക്ക് വരുമ്പോൾ പ്രഷർ കുറഞ്ഞിട്ട് നൈട്രജൻ്റെ സോളിബിലിറ്റി കുറയും. നൈട്രജൻ പെട്ടെന്ന് ബ്ലഡിൽ നിന്ന് പുറത്തേക്ക് വരും. അങ്ങനെ പെട്ടെന്ന് ബ്ലഡിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ബബിൾസ് ഫോം ചെയ്തിട്ടാണ് പുറത്തേക്ക് വരിക. ഈ ബബിൾസാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഈ ബെൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ പരിഹരിക്കാനായിട്ട് സ്ക്യൂബ ഡൈവേഴ്സ് ക്യാരി ചെയ്യുന്ന ഈ സിലിണ്ടറിൽ, ബ്രീതിങ് സിലിണ്ടറിൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഹീലിയം 11.7%, നൈട്രജൻ 56.2%, ഓക്സിജൻ 32.1%. ഈ ഒരു പ്രൊപ്പോർഷനിലാണ് സ്ക്യൂബ ഡൈവേഴ്സ് ക്യാരി ചെയ്യുന്ന സിലിണ്ടേഴ്സിൽ എയർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഹീലിയത്തിൻ്റെ സോളിബിലിറ്റി വളരെ കുറവാണ്. അപ്പം അതുകൊണ്ടാണ് ഹീലിയം ഗ്യാസ് നമ്മളിതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം, ബെൻസ് എന്ന് പറഞ്ഞ പ്രശ്നം പരിഹരിക്കാനായിട്ട് സഹായിക്കും. Third implication, at high altitudes, the partial pressure of oxygen is lower than at ground level. ഇപ്പോൾ ഹൈ റേഞ്ചസ്, മൗണ്ടനസ് റീജിയൻസിലൊക്കെ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഗ്രൗണ്ട് ലെവലിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് പൊതുവേ ബ്ലഡിലുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറവെത്തുള്ളൂ. മൗണ്ടൻസ് ഒക്കെ കയറി കഴിയുമ്പോൾ എനോക്സിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ബ്രീതിങ് ട്രബിൾ ഉണ്ടാവും. ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറവല്ലേ, പാർഷ്യൽ പ്രഷർ കുറവായതുകൊണ്ട് ഓക്സിജൻ, നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടില്ല ബ്രീത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് വീക്ക്നെസ്സും നെയ്സൽ ബ്ലീഡിങ്ങിലൊക്കെ കലാശിക്കും. ആ ഒരു കണ്ടീഷനാണ് എനോക്സിയ. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസും ഇംപ്ലിക്കേഷൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് ഇതൊക്കെയായിരുന്നു. സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും, പിന്നെ ഹെൻറീസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഹെൻറീസ് ലോ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും, അതുപോലെ ഇനി ഈ സൊല്യൂഷൻ എന്ന യൂണിറ്റിൽ ഒരുപാട് പ്രാക്ടീസ് പ്രോബ്ലംസ് വരുന്നുണ്ട്, ഒരുപാട് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അതെല്ലാം കൂടി നമുക്ക് ഒറ്റൊരു വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ഒരുങ്ങി വരിക അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട്. താങ്ക് യു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.